ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2025-26 ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2026 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയ രാജ്യം. 2026 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയ രാജ്യം സിംഗപ്പൂർ. സിംഗപ്പൂർ ആണ് 2026 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയ രാജ്യം. രണ്ടാമത്തെ ചോദ്യം, 2026 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 75. 75 സ്ഥാനമാണ് 2026 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യക്ക്. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡ്. ഫിൻലാൻഡ് ആണ് 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം. 2026 വേൾഡ് ഹാപ്പിനെസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 വേൾഡ് ഹാപ്പിനെസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. 116 സ്ഥാനമാണ് 2026 വേൾഡ് ഹാപ്പിനെസ് സൂചികയിൽ ഇന്ത്യക്ക്. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ ആണ് 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ അഫ്ഗാനിസ്ഥാന്റെ സ്ഥാനം. 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ അഫ്ഗാനിസ്ഥാന്റെ സ്ഥാനം 147. 147 സ്ഥാനമാണ് 2026 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ അഫ്ഗാനിസ്ഥാന്. 2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാമത് എത്തിയ രാജ്യം. 2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാമത് എത്തിയ രാജ്യം ഐസ്ലാൻഡ്. ഐസ്ലാൻഡ് ആണ് 2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാമത് എത്തിയ രാജ്യം. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. 115 സ്ഥാനമാണ് 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യക്ക്. 2025 ആഗോള സമാധാന സൂചികയിൽ അവസാനം എത്തിയ രാജ്യം. 2025 ആഗോള സമാധാന സൂചികയിൽ അവസാനം എത്തിയ രാജ്യം റഷ്യ. റഷ്യ ആണ് 2025 ആഗോള സമാധാന സൂചികയിൽ അവസാനം എത്തിയ രാജ്യം. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് 2025 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. 2026 ലോകാരോഗ്യ ദിനപ്രമേയം എന്താണ്? 2026 ലോകാരോഗ്യ ദിനപ്രമേയം എന്താണ്? ആരോഗ്യത്തിനായി ഒരുമിച്ച് ശാസ്ത്രത്തോടൊപ്പം നിൽക്കാം. ആരോഗ്യത്തിനായി ഒരുമിച്ച് ശാസ്ത്രത്തോടൊപ്പം നിൽക്കാം എന്നതാണ് 2026 ലോകാരോഗ്യ ദിനപ്രമേയം. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രത്യാശയുള്ള ഭാവികൾ. ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രത്യാശയുള്ള ഭാവികൾ എന്നതാണ് 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7.
2025 ലോക ഭൗമദിന പ്രമേയം. 2025 ലോക ഭൗമദിന പ്രമേയം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹമാണ് 2025 ലോക ഭൗമദിന പ്രമേയം. ലോക ഭൗമദിനം ഏപ്രിൽ 22 ലോക ഭൗമദിനം ഏപ്രിൽ 22. 2025 അന്താരാഷ്ട്ര യോഗാദിന പ്രമേയം. 2025 അന്താരാഷ്ട്ര യോഗാദിന പ്രമേയം. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ആണ് 2025 അന്താരാഷ്ട്ര യോഗാദിന പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 21. ഇന്നത്തെ 15 ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോകളും മോക്ക് ടെസ്റ്റുകളും കണ്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.